നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ചുമതലയേറ്റതിന് ശേഷം ആദ്യമായി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. SP റാങ്കിന് മുകളിലുള്ള ഉദ്യോഗസ്ഥരെയാണ് ആഭ്യന്തരമന്ത്രി തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. പോലീസിനെ ചട്ടം പഠിപ്പിക്കുക എന്ന ഉദ്ദേശമാണ് ഈ ഉന്നതതല യോഗത്തിനുള്ളത് എന്നാണ് സൂചന. കാരണം കഴിഞ്ഞ 10 വർഷം ഇടതുമുന്നണി ഭരിച്ച നാടാണ് കേരളം. കഴിഞ്ഞ 10 വർഷമായി ഒരു കോൺഗ്രസ് ആഭ്യന്തരമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നയങ്ങൾക്കനുസൃതമായിട്ടല്ല ഇപ്പോൾ കേരളത്തിലെ പോലീസ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അധികം പേരുദോഷം കേൾപ്പിച്ച ഒരു വകുപ്പ് ആഭ്യന്തര വകുപ്പായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ പോലീസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നടപടികൾ പലപ്പോഴും വിവാദ വിഷയമായിട്ടുണ്ട്. മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനാണ് പോലീസ് വകുപ്പ് ഭരിച്ചത്. ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രി പിണറായി വിജയനായിരുന്നെങ്കിലും ആഭ്യന്തര വകുപ്പ് യഥാർത്ഥത്തിൽ ഭരിച്ചിരുന്നത് പാർട്ടിയിലെ ചില ഉന്നത നേതാക്കന്മാരായിരുന്നു. അദൃശ്യരായി ആഭ്യന്തര വകുപ്പിൽ ഒളിഞ്ഞിരുന്ന് ഭരിച്ച ചില CPIM നേതാക്കളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ പേരുദോഷങ്ങൾ പോലീസ് സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മാങ്ങ കക്കുന്നത് മുതൽ രക്ഷാപ്രവർത്തനം വരെയുള്ള വലിയ വിവാദങ്ങൾ പോലീസ് സേന ഉണ്ടാക്കി. പല വിവാദങ്ങളും വലിയ രീതിയിൽ അനാവശ്യമായ ഉണ്ടാക്കിയ വിവാദങ്ങളായിരുന്നു. പോലീസ് തലപ്പത്തുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകാതെ പാർട്ടിയിലെ ചില മൂന്നാംകിട നേതാക്കന്മാർ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ അനിഷ്ട സംഭവങ്ങൾ പോലീസ് സേനയിൽ ഉണ്ടായിരുന്നത് എന്നാണ് സൂചന. അതായത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ CPIMലെ ചില തുക്കട നേതാക്കന്മാർ ഭരിച്ച പോലീസ് വകുപ്പ് ഒന്നിനും കൊള്ളാത്ത വകുപ്പായി മാറിയിരിക്കുന്നു. സുപ്രധാനമായ പല കേസുകളിലും തുമ്പുണ്ടാക്കാൻ ഇതുവരെയും കേരള പോലീസിന് സാധിച്ചിട്ടില്ല. എന്നു മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തകരോടും പ്രതിപക്ഷ പാർട്ടികളോടുമൊക്കെ പോലീസിൻ്റെ ഇടപെടൽ അതീവ രസകരമായിരുന്നു. അവർ വളരെയധികം ക്രൂരമായിട്ടാണ് ഇവരോട് പെരുമാറിയത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ രാഷ്ട്രീയ നേതാക്കന്മാരോടും ജനപ്രതിനിധികളോടും യാതൊരു ബഹുമാനമില്ലാതെയാണ് കേരളത്തിലെ പോലീസ് സേന പെരുമാറിയിരുന്നത്. കേരളത്തിലെ പോലീസ് സേനയ്ക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും അന്ന് LDFൻ്റെ MLA ആയിരുന്ന PV അൻവർ പോലും തുറന്നടിച്ചിരുന്നു. സ്വർണ്ണക്കടത്തിലും അതുപോലെ തന്നെ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം പിടിക്കുമ്പോൾ അതിൻ്റെ ഒരു പങ്ക് പറ്റുന്നതിലുമെല്ലാം കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്ന് അന്നത്തെ MLA, ഈ LDF MLA തന്നെ തുറന്നടിച്ചു. ഇത്തരം തർക്കങ്ങൾക്കൊടുവിൽ പിന്നീട് ഈ PV അൻവർ LDF വിട്ട് പുറത്തു വരുന്നതും UDFുമായി സഹകരിക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതിനെല്ലാം കാരണം കേരളത്തിൽ പോലീസായിരുന്നു. കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ പലതരത്തിലുള്ള വിവാദങ്ങൾക്കും ഇരയായി മാറുന്നത് നമ്മൾ കണ്ടു. കേരള പോലീസിനെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയുന്നില്ല എന്ന തരത്തിലുള്ള വാദങ്ങളും ആരോപണങ്ങളും പുറത്തു വന്നിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഭരണമാറ്റമുണ്ടായിരിക്കുന്നത്. കൃത്യമായ ഒരു ശൈലി മാറ്റം നടപ്പിലാക്കിയില്ല എങ്കിൽ തീർച്ചയായും പോലീസ് സേന ഈ സർക്കാരിനും പേരുദോഷം ഉണ്ടാക്കി വയ്ക്കും. കഴിഞ്ഞ സർക്കാരിനെ പോലെ മുഖ്യമന്ത്രിയുടെ കക്ഷത്തുള്ള വകുപ്പല്ല ഇന്ന് ആഭ്യന്തര വകുപ്പ്. ആഭ്യന്തര വകുപ്പിന് ഇന്ന് അറിവും അതുപോലെ തന്നെ അനുഭവ സമ്പത്തുമുള്ള ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരിക്കുന്നു. പാർട്ടിയിലെ മൂന്നാംകിട നേതാക്കന്മാരായിരുന്നു DGP ഉൾപ്പെടെയുള്ള IPS ഉദ്യോഗസ്ഥന്മാരെ കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഭരിച്ചത്. അവർക്ക് മുന്നിൽ ഏറാമൂളികളായി നിൽക്കാൻ മാത്രമേ ഈ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു. ഒരു മുഴുവൻ സമയ ആഭ്യന്തരമന്ത്രി കേരളത്തിനുണ്ട്. രമേശ് ചെന്നിത്തല മുൻ ആഭ്യന്തരമന്ത്രി കൂടിയാണ്. കേരള സംസ്ഥാനത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ മേഖലയിൽ എന്തൊക്കെയാണ് നടപ്പാക്കേണ്ടതെന്ന് വ്യക്തമായി അറിയാവുന്ന ഒരു മന്ത്രിയാണ് രമേശ് ചെന്നിത്തല. കേരള പോലീസിനെ കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. ഈ മേഖലയിൽ അറിവും അനുഭവ സമ്പത്തും അദ്ദേഹത്തിനുണ്ട്. പിണറായി സർക്കാരിനെ പോലെയല്ല. അതുകൊണ്ട് തന്നെ പോലീസിൽ ഒരു വലിയ ശൈലീമാറ്റം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ 10 വർഷം പോലീസ് വകുപ്പ് ഭരിച്ചതുപോലെയല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷം പോലീസ് പ്രവർത്തിച്ചതുപോലെയല്ല ഇനിയുള്ള 5 വർഷം പോലീസ് പ്രവർത്തിക്കേണ്ടത് എന്നാകും രമേശ് ചെന്നിത്തല ഉന്നത ഉദ്യോഗസ്ഥരോട് പറയുക. കേരളത്തിൽ ഈ SIമാർക്ക് സ്റ്റേഷൻ ചുമതല നൽകാതിരിക്കുന്നതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ പിണറായി വിജയൻ്റെ കാലത്ത് നടപ്പാക്കിയിരുന്നു. അത് തിരികെ SIമാർക്ക് നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ രമേശ് ചെന്നിത്തല പരിശോധിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും കേരള പോലീസിൽ ഒരു വലിയ
വലിയ അഴിച്ചുപണി നടക്കുമെന്നുറപ്പാണ്. മാത്രമല്ല ശൈലി മാറ്റവും. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരെ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ തല്ലി ഓടിച്ച ചരിത്രമുള്ള കേരള പോലീസിനെയാണ് രമേശ് ചെന്നിത്തല നന്നാക്കാൻ ഉരുമ്പിടുന്നത്. അന്ന് കുറ്റം ചെയ്തവരെ എല്ലാം തീർച്ചയായും കണ്ടെത്തി ശിക്ഷിക്കാനാണ് ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ ഒരുങ്ങുന്നത്. ഈ രക്ഷാപ്രവർത്തനം നടത്തിയ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ നടത്തിയ രക്ഷാപ്രവർത്തനം, ആ കേസിൽ അന്ന് പിണറായി വിജയൻ്റെ കാലത്ത് കുറ്റക്കാരായ പോലീസുകാർ കുറ്റവിമുക്തരായിരുന്നു. കോടതി പോലും അതിനെ ചോദ്യം ചെയ്തു. ഇപ്പോൾ UDF സർക്കാർ വന്നപ്പോൾ ആദ്യം ഒപ്പിട്ട ഫയലുകളിലൊന്ന് ഈ കേസിൻ്റെ പുനരന്വേഷണമാണ്. ഇതടക്കം സമൂലമായ മാറ്റമാകും പോലീസ് സേനയിൽ കോൺഗ്രസ് സർക്കാർ വരുത്തുക. അതിൻ്റെ ആദ്യ പടിയായിരിക്കും ഈ ഉന്നതതല യോഗം. എന്തായാലും SP മുകളിലുള്ള അല്ലെങ്കിൽ SP റാങ്കിന് മുകളിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമാണ് രമേശ് ചെന്നിത്തല തലസ്ഥാനത്ത് വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിൽ ഉയരുന്ന നിർദ്ദേശങ്ങൾ താഴെ തട്ടിൽ എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾക്കും പോലീസ് തുടക്കമിടും. മാത്രമല്ല, സംസ്ഥാനത്ത് ലഹരി മാഫിയ പിടിമുറക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ 10 കൊല്ലം കൊണ്ടുണ്ടായി. സംസ്ഥാനത്ത് ലഹരി വസ്തുക്കളുമായി പിടികൂടുന്ന ധാരാളം ആളുകൾ ഭരണമുന്നണിയുമായി അന്ന് ബന്ധമുണ്ടായിരുന്നവരായിരുന്നു. CPIMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ വരെ ലഹരി കേസിൽ പിടിയിലാകുന്നത് നമ്മൾ കണ്ടു. സംസ്ഥാനത്ത് ലഹരി മാഫിയ തഴിച്ചു വളരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുൻ സർക്കാരിൻ്റെ നയങ്ങളായിരുന്നു. ലഹരി മാഫിയയ്ക്കെതിരെ കേരള പോലീസിനെ അവർ നിഷ്ക്രിയമാക്കിയെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ലഹരി മാഫിയയ്ക്കെതിരെ പുതിയ പോരാട്ടത്തിന് തുടക്കം കുറിക്കാനായിരിക്കും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് ശ്രമിക്കുക. എന്തായാലും മാറ്റം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മാറ്റത്തിൻ്റെ ആദ്യ പടിയെന്ന നിലയിൽ പോലീസിനെ ചട്ടം പഠിപ്പിക്കാൻ ഉന്നതതല യോഗത്തിന് മന്ത്രി തന്നെ നേരിട്ട് രംഗത്തിറങ്ങുകയും ചെയ്തിരിക്കുന്നു.